അമലയാമമ്മയൻ പുണ്യമല്ലേ, സ്നേഹത്തിൻ സാഗരത്തിരകളല്ലേ, നിത്യസഹായത്തിൻ വാതിലല്ലേ, ഒരു നാളുമണയാത്ത ദീപമല്ലേ, എന്നെ നിൻ മകനേശുവിൽ ചേർക്കാൻ എന്നുള്ളം നൽകുന്ന ജപമാല. മാതാവ് ഇടപെടുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കിടന്നുറങ്ങണ നേരത്താവും ഉടൻ എഴുന്നേറ്റ് നീ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ബ്രദർ, നീ ഇടനെഞ്ചിലിരുന്ന പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെ അതെ ഡൽഹിക്ക് വായോ എന്ന് പറഞ്ഞാൽ എന്നെ ഡൽഹിയിൽ കൊണ്ടുപോയി. അവിടെ മഹറോളിയിൽ ട്രസ്റ്റ് ഗോഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. അവിടെ അഡോറേഷൻ സെൻ്ററാണ്. അവിടെ എനിക്ക് കുറേ കാലം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു, കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പറ്റി. അപ്പോൾ ഓരോ അതുപോലെ ഒരു ദിവസം എഴുന്നേറ്റ് നീ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് ചങ്ങനാശ്ശേരിയിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് കേൾക്കണം. അപ്പം ഞാൻ എന്തായാലും വലിയ ശബ്ദം കേട്ടോടത്തേക്ക് ഞാൻ വഴിയൊന്നും അറിയാത്ത കാരണം ആ കുന്നിൻ്റെ മുകളിൽ കൂടെ കയറി. അവിടെ ഒരു കുന്നേ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പറയണ ആ സ്ഥലം, അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുകളിലുള്ള പള്ളി. അവിടെ ചെന്ന് അവിടെ ധ്യാനം നടത്തുന്നത് അലക്സ് മുല്ലാമ്പറമ്പിൽ ബ്രദറുടെ ധ്യാനം. അപ്പോൾ എൻ്റെ മാമോദീസ കഴിഞ്ഞിട്ട് ഞാൻ തങ്കി പള്ളിയിലെ ബ്രദറുടെ ധ്യാനം നടക്കുന്നുണ്ട്. തങ്കി പള്ളി സന്ദർശിക്കാൻ ചെന്നപ്പോൾ എൻ്റെ തലതൊട്ടമ്മയും എറണാകുളത്തുള്ള ജോർജ് എൽസി ദമ്പതികളാണ്, അവർ കാരണകോടം ഇടവക. അവരങ്ങനെ അവിടെ കൊണ്ട് ചെന്ന് എന്നെ കൊണ്ട് അവിടെ സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബ്രദറാണ് അവിടെ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ബ്രദർ ഇങ്ങനെ കൈ കൊണ്ട് കട്ടി വിളിച്ചു. അപ്പം ഞാൻ ആരെങ്കിലും ഞാൻ പിറകിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കി, ആരെങ്കിലും പിറകിൽ നിൽക്കൊണ്ടുവന്നു. അപ്പോൾ ആരുമില്ല. അപ്പോൾ എന്നെ തന്നെ ഇങ്ങനെ വിളിച്ചു. പറഞ്ഞാൽ ആ ഇടനെഞ്ചിലിരുന്ന പാട്ട് പാടി വെച്ച് സാക്ഷി ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൈക്കെൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ അതൊരു മാതാവിൻ്റെ ഇടപെടൽ. ആ സമയത്ത് എന്നോട് ചെല്ലാൻ പറഞ്ഞതിനാ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ലെങ്കിൽ അദ്ദേഹം എന്നെ ഓർത്തിട്ട് ഇടനെഞ്ചിലിരുന്ന പാട്ടും പറഞ്ഞിട്ടാണ്. അതുപോലെ ചോദിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ, നീ ഇടനെഞ്ചിലിരുന്ന പാട്ട് എഴുതിയ സുരേന്ദ്രനല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാട്ടിൻ്റെ അഡ്രസ്സിലാണ് എല്ലായിടത്തേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. കഞ്ചിക്കോട് ഉണ്ടായ സംഗതിയിൽ ഈ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് പൂമലയിൽ ഞാൻ പറഞ്ഞില്ലേ 2000 രൂപ തന്നപ്പോൾ 20 രൂപയല്ലേ ഞാൻ ചോദിച്ചത് മാതാവിനോട്, എൻ്റെ അമ്മയുണ്ടെങ്കിൽ തരുന്നു. അവ എത്ര രൂപ എനിക്ക് തന്നത്. ഇതേപോലെ ഓരോ കാര്യങ്ങൾ, തമിഴ് പാട്ടുകൾ, ഇംഗ്ലീഷ്, ഹിന്ദി ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഡൽഹിയിൽ പോയ സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു കാളവണ്ടി ഇങ്ങനെ മൊട്ടക്കുന്ന് പോലത്തെ ഈ മൂന്നാറിലൊക്കെ കാണുന്ന കുന്നില്ല, അതേപോലത്തെ ഒരു കാളവണ്ടി ഇങ്ങനെ ഒരു സ്ത്രീ ഉന്തി തള്ളി കയറ്റി കൊണ്ടുപോവുക. ഈ സ്ത്രീ മാതാവാണെന്നാണ് എനിക്ക് കാട്ടി തരുന്നത്. അപ്പോൾ ഈ വണ്ടി ഭരിക്കുന്ന മൂരികൾ നമ്മളെ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു നീല കളറിലുള്ള അരുവി ഇങ്ങനെ കയം ഒരു കുളം അതിൽ ഇറക്കി കൊണ്ടുപോയിട്ട് വെള്ളം കുടിപ്പിക്കുക. അപ്പോൾ ഈ മൂരികളുടെ ചുണ്ട് ഇതുമ്പോൾ വെള്ളത്തിൽ മുട്ടുമ്പോൾ വെള്ളത്തിൻ്റെ ഓളം വെട്ടുന്നതൊക്കെ ഇങ്ങനെ കാണുക, കണ്ണാടി ചില്ല് പോലത്തെ വെള്ളം. അതിലിങ്ങനെ ഓ मेरे मन में मादा मरियम प्यार नदी की पानी है उसकी ഈ പാട്ട് പറയാൻ കാരണം എനിക്ക് പറയാൻ പ്രത്യേക കാരണമുണ്ട്. റോസ് മിസ്റ്റിക മാതാവിൻ്റെ സ്റ്റാച്ചു ആണ് അവിടെ വെച്ചിട്ടുള്ളത്. റോസാ മിസ്റ്റിക മാതാവിൻ്റെ സ്റ്റാച്ചു അവിടെ വെച്ചിട്ടുണ്ട്. മാതാവ് ഇങ്ങനെ വിളിക്കണ പോലെ എനിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബുക്ക് ഉണ്ടാവും. അപ്പോൾ എന്നോട് മാതാവ് ഒരു കോമ്പസിഷൻ, പഴയ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെയുള്ള ഹിന്ദി കോമ്പസിഷൻ ബുക്ക് അതിൽ കാട്ടി വന്ന് പ്യാര് നദിക്ക് പാനി എന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഹെഡിങ്, ആ ഹെഡിങ് കാട്ടിയിട്ട് എന്നോട് പറയാം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എഴുതി നിറക്കിയെന്ന്. അങ്ങനെയാണ് ഈ പാട്ട് വരുന്നത്. मेरे मन में मादा मरियम प्यार नदी की पानी है उसकी मुख से ज्ञान की बातें निकलती हैं मेरी मादा पवित्र मरियम ईश्वर का दान है मेरा ईश्वर मसीहा को सबसे अच्छा इनाम है मेरी माँ ഹല്ലേലൂയ. ഞാൻ
ഞാൻ തൃശ്ശൂർ ഒരു ധ്യാന കേന്ദ്രത്തിൽ, അന്ന് അവിടെ ധ്യാനം ഇല്ലാത്ത ദിവസമായിരുന്നു. അവിടെ ഞാൻ ചെന്നപ്പോൾ ഗ്രോട്ടൊക്കെ ഇങ്ങനെ പൂപ്പല് പിടിച്ചിട്ടും എഴുതി കത്തിച്ചതിൻ്റെ ഒക്കെ അങ്ങനെ ആകെ വൃത്തികേട് പോലെ തോന്നി. ഇങ്ങനെ ചെടികളൊക്കെ പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് വെച്ച ചട അതൊക്കെ പിടിച്ച് വലിച്ചിട്ട്, അപ്പോൾ ഒക്കെ ഞാൻ പിടിച്ച് വലിച്ച് ഒക്കെ ചിരട്ടൊക്കെ എടുത്ത് ഉരച്ച് അവിടെ ക്ലീനാക്കി. പിന്നെ അങ്ങോട്ട് ഹാളിൻ്റെ അവിടേക്ക് കടന്നപ്പോൾ മാതാവിൻ്റെ രൂപം അവിടെ നിൽക്കുന്നുണ്ട്. ചെറിയ രൂപമാണ്, മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. സാരി എടുത്തിട്ടുള്ള രൂപമാണ്. അതുമ്പോൾ പൊടി പിടിച്ചിട്ട് കിടക്കണേ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെയല്ല കിടക്കണം, ഒന്ന് അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അടിച്ച് വരികയായിരുന്നു. അപ്പോൾ അടിച്ചു വാരിയിട്ട് പടി മാതാവിൻ്റെ സാരി കൊടുത്ത രൂപം ആകുമ്പോൾ പൊടിയും പിടിച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ചേലിട്ടത് താമരത്തുള്ള പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എന്നിട്ടാണ് ഞാൻ അടിച്ചു വാരുന്നത്. അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് ഒരു ചിരി കേൾക്കുകയാണ്. ഒരു പെണ്ണാണ് ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത്, ഞാൻ ഈ അടിച്ചു വാരനെ കണ്ടിട്ട് എന്നെ കളിയാക്കി ചിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇവിടെ ആ ദുഷ്ടത ആദ്യം പ്രകടമാക്കുമല്ലോ, അത് വന്നു ഇത് ആരെന്നെ കളിയാക്കി ചിരിക്കണേ, ഇത് ചൂലും കെട്ടുകൊണ്ട് മയക്കും ഞാൻ ഇങ്ങനെ വെട്ടി കെട്ടി കഴിഞ്ഞാൽ പോരും പറമ്പ് പോലെ കിടക്കണേ ഇത് ഹാള്. ഇതൊന്നും അടിച്ചു വാരി പ്രത്യേക ആളില്ല. അത് ബാക്കിയുള്ള ഒരാൾ ഇത് അടിച്ചു വരുമ്പോഴാണോ കളിയാക്കി ചിരിക്കണേ. എന്നിട്ട് വീണ്ടും ഞാൻ അടിച്ചു വാരുകയാണ്. അടിച്ചു വരുമ്പോൾ വീണ്ടും ചിരി കേട്ടപ്പോൾ കേട്ടുടനെ നോക്കി മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കാണ്, അവിടെ നിന്നാണ് ചിരി കേട്ടത്. നോക്കിയപ്പോൾ ഈ സ്റ്റാച്ചു ഇങ്ങനെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നത് പോലെ, ആ സിനിമയിലൊക്കെ അങ്ങനെ കാണിക്കാൻ പറ്റുള്ള ഇങ്ങനെ ഒഴുകി തുണിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി നിൽക്കണ പോലെ തോന്നും. അന്ന് നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ മറുപുറം കാണാനും പറ്റും, അപ്പുറം ഭാഗം നമുക്ക് കാണാനും ഉണ്ട്, നമുക്ക് ഇങ്ങനെയും കാണാനുണ്ട്. അവ എന്നോട് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിട്ട് മാതാവ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ അലക്ക് എന്ന് പറഞ്ഞ തൃശ്ശൂർ ഭാഷയിൽ പറയും, അലക്ക് എന്ന് പറഞ്ഞു. ഞാൻ തമിഴത്തിൽ നിന്ന് വിളിച്ചത് വലിയ അപരാധമാണ്, എന്നോട് മാപ്പാക്കണം, എൻ്റെ അറിവില്ലായ്മ അറിയാലോ, അതുകൊണ്ടല്ലേ. അല്ല, തമിഴത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് എന്താ കുഴപ്പം? വേളാങ്കണ്ണിയമ്മ തമിഴത്തിയല്ലേ? അത് തമിഴിൻ്റെ രാജാത്തി. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് പാടിയത് ഞാൻ ഈ രാജാത്തി എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜாத்தி, ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜாத்தி, குக்கு குருவி லல்லலம் அருவி வாழ்வை விதைக்கிற பூங்குருவி, வாழ்க்கை கொடுக்கிற தேனருவி, ராஜாத்தி ராஜாத்தி எங்கம்மா என்றும் ராஜாத்தி, ரோஜா பூ மாலை போல உள்ளம் சிவந்த ராஜாத்தி. തൃശ്ശൂർ ചെമ്പുകാവ് അടുത്തൊരു പള്ളി സ്കൂളാണ്. അവിടെ എന്തൊരു കൺവെൻഷൻ എന്തൊരു സംഗതി ഉണ്ടായി. എൻ്റെ ഒരു സുഹൃത്ത് ബിജു വരാക്കര നമ്മുടെ ബ്രദർ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇടനെഞ്ചിലിരുന്ന പാട്ട് എഴുതിയ ആളുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വിളിച്ചു. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, അന്നൊരു പാട്ട്, ആ പാട്ട് പാടുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് പാടുമെന്ന് പറഞ്ഞു. ആ സമയത്ത് മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയപ്പോൾ മാതാവ് എനിക്കിങ്ങനെ പാടാൻ കൈകൊണ്ട് പാടിക്കോളാൻ. അപ്പം ഞാൻ പാടുകയാണ്: മൈ ഗാർഡിയൻ മേരി ഗൈഡ് മീ, മൈ ഗാർഡിയൻ മേരി ഗൈഡ് മീ, for just a little time, for just a little time, for just a little time, my guardian Mary guide me, he will come to take me, he will come to take me, now time I go to his house, I will wait for that time Jesus, I will wait for that time Jesus, he is the light of the world, he is the king of the world, he will come again, he will come again, I will wait for that time Jesus. ഹല്ലേലൂയ. അവരന്ന് പാടിയത് അവരപ്പോൾ എഴുതി വെച്ചായിരുന്നു, പാടുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കും അത് പാട്ട് കിട്ടിയത്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഓരോ സംഗതികളും എനിക്ക് മഹാ അത്ഭുതങ്ങളാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴ പെയ്ത് ഒരു ഓടിക്കയറി മാതാവിൻ്റെ ഗ്രോട്ട, തൃശ്ശൂർ കുരിയച്ചിറ പള്ളിയിൽ ആ ഗ്രോട്ടയുടെ ഉള്ളിലേക്ക് ഓടിക്കയറി. അപ്പുറത്ത് ദീപികാരുണ്യ ആരാധനയാണ് അപ്പുറത്ത് വെച്ചിട്ടുള്ളത്, ഇപ്പുറത്തെ അമ്മ.
അപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ഇടിയും മിന്നലും ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറയാണ്, കാറ്റിലും ഇടിയും മിന്നലും മഴയെ കർത്താവിനെ സ്തുതിപ്പിൻ എന്ന വചനം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ കർത്താവ് അപ്പുറത്ത് ദിവ്യകാരുണ്യ അപ്പുറത്ത് എഴുന്നള്ളി വെച്ചിട്ടുണ്ട്. കുരിയച്ചിറ പള്ളിയുടെ ഇപ്പുറത്തെ ദിവ്യകാരുണ്യ ആരാധനയുടെ സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മാതാവിൻ്റെ ഗ്രോട്ടം, അതിൻ്റെ അടുത്ത്. അപ്പോൾ അമ്മയായ മറിയത്തോട് കൂടെ കണ്ട് അവർ ശിശുവിനെ കുമ്പിട്ട് ആരാധിച്ചു എന്നുള്ള വചനം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാടുകയാണ്, காற்றோடு சேர்ந்து மேகத்தோடு சேர்ந்து இயேசுவே உம்மை நான் வாழ்த்துகிறேன். மழையோடு சேர்ந்து மின்னலோடு சேர்ந்து இயேசுவே உம்மை நான் வாழ்த்துகிறேன். நீ எனக்கு கொடுத்த தாயினை நான், நீ எனக்கு கொடுத்த தாயினை நான் தினமும் நற்பேர் பெற்றவள் என வாழ்த்துகிறேன். நான் தினமும் நற்பേർ പെറ്റവൾ എന വാഴ്ത്തുகிறேൻ. ഹല്ലേലൂയ. ഈ പാട്ട് അങ്ങനെ എഴുതി. ഇംഗ്ലീഷ് ഹിന്ദി തമ്മിൽ കുറേ ഉണ്ട്. പിന്നെ ഒല്ലൂർ പനംകുട്ടിച്ചിറ പള്ളിയുടെ പാട്ടിലുള്ളതാണ്, മേരി പാതയിലുള്ള പാട്ടാണ്. മൗന നൊമ്പര ഗാനം, മെഴുനീർ കണങ്ങൾ തൻ ഈണം. അമൽ ആൻ്റണിയാണ് അത് പാടിയിരിക്കുന്നത്. കണങ്ങൾ തന്നീണം, ഹൃദയം പിടയ്ക്കുന്ന താളത്തിൽ ഞാനൊരു ഗദ്ഗദരാഗം പാടി. എൻ്റെ ഹൃദയം പിടയ്ക്കുന്ന താളത്തിൽ ഞാനൊരു ഗദ്ഗദരാഗം പാടി. പിന്നെ ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ട് ഉപ്പാണിയച്ഛനെ പരിചയപ്പെട്ട സമയത്ത് അവിടെ ആ ധ്യാനത്തിലേക്ക് മാതാവിൻ്റെ ഫോട്ടോ ഏറ്റി ചുമന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഗാഡലുപ്പെ മാതാവിൻ്റെ ഫോട്ടോ. അപ്പോഴാണ് പണ്ട് മിനി ചേച്ചി പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, അതിൻ്റെ കുഞ്ഞിളം പൈതലായി എന്ന് തുടങ്ങുന്ന. അതിൽ നിൻ ഗളധള ചലനം പരിശുദ്ധാത്മജ്വലനം നിന്നേന്തി നീങ്ങിടും ഗർദ്ധഭം ഞാൻ വചനവാഹിതൻ ശകടമാകുവാൻ എന്നുമെൻ ചിന്തകൾക്കു ശക്തിയേകണി. അങ്ങനെ തുടങ്ങുന്ന പാട്ട്. വചനവാഹിതൻ ശകടമാകുവാൻ അപ്പോൾ മാതാവിനെ വഹിച്ചു കൊണ്ടുപോകുന്ന കഴുത. ഈ മാതാവാണെങ്കിലോ ഗർഭിണിയാണ്, ഈശോയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ വചനവാഹിതൻ ശകടമാകാൻ, ആ നിൻ ഗളധള ചലനം, മാതാവിൻ്റെ ആ ഗളം, അതിൻ്റെ ദളം നാവ്, അതിൻ്റെ ചലനം പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനമാണെന്ന് പറഞ്ഞു തന്നു. അത് മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ശിശു ഉദരത്തിൽ കുതിച്ചു തുള്ളി. അതൊക്കെ എനിക്ക് ഇതൊക്കെ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ വചനഭാഗങ്ങൾ ഇങ്ങനെ കാട്ടി തരും, ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ അതിന് സ്ഥാപിച്ച് തരും. അത് ഹല്ലേലൂയ.